അന്ന് 10 പൈസ കൊടുക്കാനില്ല, ഒന്നും എടുക്കാനില്ല. അതുകൊണ്ട് മാറിയുന്ന ഒരാളാണ്. മിമിക്രി അങ്ങനൊന്നും ഇല്ലപ്പാ. ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഓടി വന്നൊന്ന് കാണണമെന്ന് സത്യം പറഞ്ഞ് ചായ പിടിച്ചിട്ടാ ഓടി പിടിച്ചിങ്ങളെ കൊണ്ടുവന്നു. പിന്നെ തൃശ്ശൂരിന്റെ മണ്ണാണ്, കലകളുടെ നാടാണ്. ഈടെ തന്നെ സംസ്ഥാനം നടക്കുമ്പോൾ ഒരുപാട് വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. അതെ, വെറുതെ എത്തിയതൊന്നല്ലേ. എത്രയോ വർഷങ്ങളായിട്ട് കലോത്സവത്തിന്റെ കൂടെ, ഒരുപക്ഷെ കലോത്സവത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളിന് ഇങ്ങനെ ഒരാളെ നമ്മൾ വളരെ പെട്ടെന്ന് കലോത്സവ വേദി കണ്ടെത്തിയിട്ട് അതിലേക്ക് പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അത് ഭയങ്കര തമാശ വെച്ചാലേ, ഞാൻ ഇപ്പോൾ സിനിമേന്റെ ലൊക്കേഷനില് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു കലോത്സവത്തെ എന്താ സുരാജ് വെഞ്ഞാറമൂട് നായകനായ ഒരു പുതിയ പടം ഞാനൊരു മുഴുനുള്ള വേഷം ചെയ്തത്, റൺ മാമ റൺ. അപ്പൊ ഞാൻ ഇന്ന് ഓടി വന്നയാ ഒന്ന് കാണണം. ഞാൻ 28 കൊല്ലം എൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച കലോത്സവമാണ്. 20 വർഷം തുടർച്ചയായി സ്റ്റേറ്റ് വെച്ച് ഒരു സമ്മാനം, അത് അഭിമാനമാണ്. മൈം സ്കിറ്റ് ഇതാണ് എൻ്റെ. പിന്നെ നാടകം. ഇത് മൈമില് സ്റ്റേറ്റിൽ ഒരുപാട് 1ാം സമ്മാനം 2ാം സമ്മാനം. ഏത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും. ഞാൻ പോവാത്ത ജില്ലകളില്ല, വാങ്ങാത്ത പ്രൈസുകളില്ല. അതൊരു ഭാഗ്യമായിട്ടാണ് പറയുന്നത്. കാരണം ഒരു കലോത്സവ വേദിയിലും പങ്കെടുക്കാനും പറ്റിയില്ല. അന്ന് 10 പൈസ കൊടുക്കാനില്ല, ഒന്നും എടുക്കാനില്ല. അതുകൊണ്ട് മാറിയുന്ന ഒരാളാണ്. മിമിക്രി അങ്ങനൊന്നും ഇല്ലപ്പാ. ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഓടി വന്നൊന്ന് കാണണമെന്ന് സത്യം പറഞ്ഞ് ചായ പിടിച്ചിട്ടാ ഓടി പിടിച്ചിങ്ങളെ കൊണ്ടുവന്നു. പിന്നെ തൃശ്ശൂരിന്റെ മണ്ണാണ്, കലകളുടെ നാടാണ്. ഈടെ തന്നെ സംസ്ഥാനം നടക്കുമ്പോൾ ഒരുപാട് വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് നിൽക്കാൻ വരുന്നില്ല. അത് അയ്യോ, എൻ്റെ ലൈഫ് മുഴുവൻ യാത്ര ചെയ്ത ഒരാളല്ലേ. അപ്പം സിനിമ സീരിയൽ ഇപ്പോൾ സജീവമായിട്ട് 6 വർഷമായിട്ട്. അപ്പം അതിനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പം സ്കൂളിൽ നിന്ന് വിളിക്കും, ഉണ്ണി മൈം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ടീച്ചറെ ഇങ്ങനെയാണ് വിഷയം എന്ന് പറയും. അപ്പോൾ നമുക്ക് കല ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളല്ലേ. പിന്നെ ആക്ഷനും കട്ടിനകത്തൊക്കെ നമ്മൾ അഭിനയിച്ചു തരാം. അല്ലേ, എന്താണ് ചെയ്യേണ്ടത്? പണ്ടേ ഈ മറ്റേ നമ്മളെ മറിമായം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ചെറിയ KSRTC ഇല്ലേ, അപ്പം ബസ്സിൽ ഒരു യാത്രക്കാരനായിട്ടാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. അപ്പം തുടക്കമല്ലേ, ഞാൻ എന്താണ് പറയുന്നത്, എന്താ ഭാഷ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു. ആക്ഷൻ പറയുമ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ആടെ പോയിട്ട് ഏതെങ്കിലും ബസ്സിൻ്റെ ഏതെങ്കിലും നാട്ടിലെ സ്ഥലത്തിൻ്റെ പേര് പറയാം, ബസ് എപ്പോൾ വരും ചോദിക്കാം, അതിലങ്ങോട്ട് പോവാം, ക്യാമറ നോക്കണ്ട, ലൈറ്റ് നോക്കണ്ട, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ പോയിക്കോട്ടെ പറഞ്ഞു. അല്ല, ഇത് പറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞു. അങ്ങനെ വന്നൊരു ചെറിയ സംഭവം പറയാം. നമ്മളെ ഭാഷ, നമ്മൾ കാസർഗോഡുകാരനാണല്ലോ. അപ്പോൾ നിയാസ്ക്കാണ് മുമ്പിൽ. മൂപ്പർ എന്നോട് ചോദിച്ചു എവിടെയാണ് പോകേണ്ടത്. ഞാൻ ഒറ്റ അടിക്ക് പറഞ്ഞു, ബേടെടുക്കുക, ബതിയെടുക്കുക, ബന്തെടുക്കുക, വടിയെടുക്കുക, കൊടുക്കുക, സ്ഥലത്തിൽ ബസ് അങ്ങോട്ട് കായ്ക്കൽ വെച്ചിട്ട് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പം വരില്ല ബസ്, കട്ട് ലൈറ്റ് ഓഫ്, കംപ്ലീറ്റ് ഓഫ് ആക്കിയ ഒരു എപ്പിസോഡായിരുന്നു അത്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇത് നമ്മളെ ഭാഷയാണ്. ബേടെടുക്കുക, ബതിയെടുക്കുക, ബന്തെടുക്കുക പറഞ്ഞാൽ നമ്മുടെ നാട്ടിനൊരു പേരാണ്. ഇത് ചിലപ്പോൾ പെട്ടെന്ന് 10 വർഷങ്ങൾക്ക് മുമ്പേ ചാനലിലൊന്നും വരാത്തൊരു ഭാഷ. പിന്നെ അത് ലോക മലയാളികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഉണ്ണി എന്നൊരു ക്യാരക്ടർ വന്നു. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അതാണ് സ്റ്റാർട്ടിങ്. ഭാഷാ വൈവിധ്യങ്ങളെ പോലെ തന്നെ കലോത്സവ നഗരിയിലേക്ക് ഉണ്ട് പലതരം ഐറ്റങ്ങൾ. നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് വായിച്ചു മാത്രം പരിചയം. സത്യം, ഒരുപാട് ഐറ്റങ്ങൾ വേദിയിലേക്ക്. അവസരമാണല്ലേ? തീർച്ചയായും. അത് പിന്നെ നാടകങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് കണ്ടു, ഞാൻ വായിച്ചു. സന്തോഷമാണ്. കാരണം നടക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വേദിയിലേക്ക് പോകുന്നു. ഇതൊരു നൊസ്റ്റാൾജി ഉണ്ട് ഇവിടേക്ക് ഇങ്ങനെ വന്നു നിൽക്കും. പഴയ ഉണ്ണിക്കുട്ടനെ ഓർമ്മയുണ്ടോ? എന്റെ ലഹരിയാണിത്. ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ തൃശ്ശൂർ തന്നെ ഒരുപാട് സമ്മാനം മേടിച്ചു കൊടുത്തത്. ഒരുപാട് സംസാരം നടന്ന സ്ഥലമല്ലേ, എത്രയോ വർഷം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കലകളുടെ നാടാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് ഇവിടെ വന്ന് പാറമേക്കാവുമ്പലം, അങ്ങനെ ഭയങ്കര മൂടല്ലേ കലോത്സവം. പിന്നെ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഇവിടെ ആരും പരാജയപ്പെടുന്നില്ല, പരാജയമില്ല, ആരും കരയണ്ട. സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മദ്യം മറന്ന് ആഹ്ലാദിച്ച് പോകണം ഇവിടുന്ന്. എന്തിനാണ് ഒരു കലോത്സവ വേദികളിൽ സബ് ജില്ലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. കലോത്സവം ജയിച്ച് സമ്മാനം കിട്ടി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ അത് ഞാൻ എൻ്റെ ഇഷ്ടം കണ്ടെത്തിയത് ഓരോ കുട്ടികളും പഠിപ്പിച്ച് അത് സ്റ്റേറ്റിലേക്ക് പോകും, സബ് ജില്ല, ജില്ല, അങ്ങനെ കണ്ടതാ. അവരിലൂടെ നമ്മൾ വലിയ എനർജി അല്ലേ ഇത്, ഭയങ്കര പോസിറ്റീവ് അല്ലേ. കുട്ടികളൊക്കെ ആഹ്ലാദിക്കട്ടെ, സന്തോഷിക്കട്ടെ, കലകളുടെ നാട്ടിൽ വന്ന് മടങ്ങിപ്പോട്ടെ സന്തോഷത്തോടെ. പുതിയ സിനിമ, ഞാൻ നായകനായ സിനിമ ഇന്നലെ റിലീസായി. പുഷ്പാങ്കതൻ 1ാം സ്വയംവരം തിയേറ്ററിലൊക്കെ, കേരളത്തിലെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഇന്നലെ നല്ല ആളുണ്ടായിരുന്നു. ഇന്ന് കളിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. പിന്നെ എൻ്റെ പുതിയ അതെ, പിന്നെ അഭിഹിതം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സെന്നാക്ട നാഷണൽ അവാർഡിന് കിട്ടുക, അതിനും മുഴുവനുള്ള വേഷമാണ്. അങ്ങനെ സിനിമയും ടെലിവിഷൻ രംഗത്തായിട്ട് പോകുന്ന ഒരു സാധാരണ. എല്ലാവിധ ആശംസകളും ഇനിയും തുടരാൻ പറ്റട്ടെ, കലോത്സവത്തിനൊപ്പം തുടരാൻ പറ്റട്ടെ.
സന്തോഷം. ഒരുപാട് സ്നേഹം കാണാം. ശരി.